മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നിങ്ങളോട് ഇണങ്ങാൻ വരുന്നവർ നിങ്ങളോട് തോറ്റുവരുന്നവരല്ല. നിങ്ങളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യർ ഉള്ളതുകൊണ്ടാണ്. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ നിങ്ങൾ വെറുക്കുന്നു. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നു. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും നിങ്ങൾക്കുള്ള പാഠങ്ങളാണ്. ഒന്നുകിൽ എങ്ങനെയാകണമെന്നും അല്ലെങ്കിൽ എങ്ങനെ ആകരുതുമെന്നുമുള്ള പാഠങ്ങൾ. കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടിയുള്ള ഓട്ടമായിരുന്നു പലരുടെയും ജീവിതം. ഭക്തരെ, എല്ലാ കാലത്തും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളായി ജീവിക്കുക. അസൂയയും സ്വാർത്ഥതയുമുള്ള മനുഷ്യരോട് നിങ്ങളുടെ സന്തോഷവും സങ്കടവും പങ്കുവെക്കരുത്. കാരണം നിങ്ങളുടെ സങ്കടങ്ങളിൽ അവർ ആനന്ദിക്കുകയും നിങ്ങളുടെ സന്തോഷങ്ങളിൽ അസൂയപ്പെടുകയും ചെയ്യും. ഭക്തരെ, സാന്നിധ്യമായാലും സംസാരമായാലും ആവശ്യമുള്ളിടത്ത് ആവശ്യപ്പെടുന്നിടത്തും മാത്രം കൊടുക്കുക. വലിഞ്ഞു കയറി ചെല്ലുന്നിടത്ത് വലിച്ചെറിയപ്പെടുമെന്ന സത്യം മറക്കാതിരിക്കുക. നിങ്ങൾ കണ്ണു നിറച്ച ഓർമ്മകളെ മറക്കരുത്. വീണ്ടും അതോർത്ത് കരയാനല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോൽക്കാതിരിക്കാൻ. ഭക്തരെ, സ്വയം തീരുമാനമെടുക്കുന്നതാണ് സ്വാതന്ത്ര്യം. പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പ് ശരിയാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കുന്നതാണ് പക്വത. ഏത് കാര്യമായാലും അത് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കതിൽ താൽപ്പര്യം വേണം. എപ്പോഴും നല്ല ചിന്തകൾക്ക് ഇടം കൊടുക്കുക. ദുഷ്ചിന്തകൾ മനസ്സിനെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നശിപ്പിക്കുന്നു. സ്ഥാനമില്ലാത്തിടത്ത് സ്ഥലമുണ്ടെങ്കിലും ഇരിക്കരുത്. സ്ഥാനമുണ്ടെങ്കിൽ സ്ഥലമില്ലാത്തിടത്ത് പോലും അഭിമാനത്തോടെ നിൽക്കാം. ഭക്തരെ, ആർക്കുവേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു കിട്ടുകയുമില്ല. ഭക്തരെ, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത്, തലച്ചോറുകൊണ്ട് ചിന്തിക്കുക. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് മിക്കപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. മനുഷ്യൻ നന്നാവണം. പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം. നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹമുണ്ടാകും. ഭക്തരെ, ഒരാളെക്കുറിച്ചോർക്കാൻ അയാളോട് അനുവാദം ചോദിക്കേണ്ട എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അവകാശം. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമായിരിക്കും. മനസ്സിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചതിന് ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനങ്ങൾ നടത്തിയാലും അതൊരിക്കലും ആ മുറിവ് ഉണങ്ങാനുള്ള മരുന്നാകില്ല. ഭക്തരെ, സ്നേഹം സത്യമാണ്. പക്ഷേ ചില സമയങ്ങളിൽ പൊള്ളുമെന്നു മാത്രം. പുറത്തു കാണിക്കുന്ന ചില ദേഷ്യങ്ങളുടെ കാരണം അകത്തു നിറയുന്ന ചില സങ്കടങ്ങളാണ്. കൈവശമുള്ളപ്പോൾ വിലമതിക്കാത്ത പലതും നഷ്ടപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ നമ്മളൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. നഷ്ടങ്ങളിൽ മാത്രം തിരിച്ചറിവുണ്ടാകുന്ന മനുഷ്യൻ, ദൂരങ്ങളിൽ മാത്രം സ്നേഹത്തിൻ്റെ ആഴമറിയുന്ന മനുഷ്യൻ, നഷ്ടങ്ങളുടെ ചിറകിനടിയിൽ കിടക്കുമ്പോഴാണ് ഇഷ്ടങ്ങളുടെ ആകാശം കണ്ടെത്തുക. അതുവരെ കണ്ടെത്താത്ത പലതും അപ്പോൾ മാത്രമാണ് കാണുന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.